ഇന്നത്തെ ക്രൈം കാഴ്ചകളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വ്യാജ സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്ന സംഘം പിടിയിലായത് സ്വകാര്യ കോളേജ് അധ്യാപകനും 2 വിദ്യാർത്ഥികളും. വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് ആവശ്യം. മോഷണം നടത്തിയത് പ്രാരാബ്ധത്തെ തുടർന്നെന്ന് മോഷ്ടാവിന്റെ കത്ത്. പണവും സ്വർണവും ലാപ്ടോപ്പും തട്ടിയെടുത്തതിൽ ക്ഷമിക്കണമെന്ന ആവശ്യം. കത്തിലെ വിരലടയാളം പരിശോധിച്ച് പ്രതിയെ പിടികൂടി. മാതാപിതാക്കളെ ബന്ദികളാക്കിയ ശേഷം 12-കാരിയെ കൂട്ടമാനഭംഗത്തിനിരയാക്കി. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് 20-അംഗ സംഘം. പരിക്കേറ്റ പെൺകുട്ടിയും രക്ഷിതാക്കളും ചികിത്സയിൽ. അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി നടത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറസ്റ്റിൽ. അഴിമതിക്കാരനെ പിടികൂടിയത് തൃശൂർ വിജിലൻസ്. തിരുവനന്തപുരം ജില്ലയിൽ UDF ഹർത്താലിനിടെ വ്യാപകാക്രമം. കഴക്കൂട്ടത്ത് രോഗികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഹർത്താൽ അനുകൂലികൾ ബസ്സിൽ നിന്നിറക്കി വിട്ടു. പാളയത്ത് വാഹനങ്ങൾ തടഞ്ഞു. പല സ്ഥലങ്ങളിലും ബസ്സിന് നേരെ കല്ലേറ്. ആദ്യ റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണ് ക്രൈംബ്രാഞ്ച്. തൃശൂരിൽ അംഗൻവാടി നിർമ്മാണത്തിലെ അഴിമതി കേസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറസ്റ്റിലായതാണ് ആദ്യ റിപ്പോർട്ട്. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ KG സൂര്യനെയാണ് തൃശൂർ വിജിലൻസ് DYSP അറസ്റ്റ് ചെയ്തത്. 52,000 രൂപ സർക്കാരിന് പിഴ വരുത്തിയ സംഭവത്തിലാണ് നടപടി. തൃശൂർ പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാവ് പ്രദേശത്തെ 83-ാം നമ്പർ അംഗനവാടിയുടെ നിർമ്മാണത്തിൽ അഴിമതി നടന്നുവെന്ന തൃശൂർ വിജിലൻസ് കോടതി മുഖേന പരാതി ലഭിച്ചിരുന്നു. വിജിലൻസ് നടത്തിയ സത്വര അന്വേഷണത്തിൽ അംഗൻവാടി നിർമ്മാണത്തിൽ സർക്കാരിന് 52,000 രൂപ നഷ്ടം സംഭവിച്ചതായി കണ്ടെത്തി. ഇതോടെ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എഞ്ചിനീയർ KG സൂര്യനടക്കം 6 പേർക്കെതിരെ കേസെടുത്ത DYSP A രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുവരികയായിരുന്നു. തിരിമറിയിൽ പങ്ക് വ്യക്തമായതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ 10:30 അസിസ്റ്റന്റ് എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്തത്. പുത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കാരിത്തടം വരമ്പ് റോഡ് നിർമ്മാണത്തിലെ അപകടം സംബന്ധിച്ച പരാതിയിൽ ഇയാളെ പാലക്കാട് പട്ടിത്തറ പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. വെട്ടുകാട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെ അഴിമതി ആരോപണത്തിൽ തൃശൂർ വിജിലൻസ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ KG സൂര്യൻ പ്രതിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ വ്യാജ സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്ന സംഘം പിടിയിലായി. ഐഡിയൽ കോളേജ് അധ്യാപകൻ മുഹമ്മദ് അബ്ദുൽ മുബിൻ, ഇതേ കോളേജിലെ വിദ്യാർത്ഥികളായ അഷ്റഫ്, വിജീഷ് എന്നിവരെ ചെർപ്പുളശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് 2 കോളേജ് വിദ്യാർത്ഥികൾ പോലീസിന്റെ പിടിയിലായത്. ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ തുടർന്ന് കോളേജ് അധ്യാപകൻ മുഹമ്മദ് അബ്ദുൽ മുബീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് 8 വ്യാജ ഓപ്പൺ +2 സർട്ടിഫിക്കറ്റുകൾ പിടികൂടി. ഇത്തരം നിരവധി സർട്ടിഫിക്കറ്റുകൾ ഇവർ നിർമ്മിച്ചു നൽകിയതായി ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. ഒരു സർട്ടിഫിക്കറ്റിന് 15,000 മുതൽ 28,000 രൂപ വരെയാണ് ഇവർ ഈടാക്കിയിരുന്നതെന്നും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. കോളേജിൽ ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ അവർ ഇഷ്യൂ ചെയ്ത ഹോളോഗ്രാം പതിച്ച ഒരു സർട്ടിഫിക്കറ്റ് കാണാൻ. അപ്പോൾ അതിൽ നിന്നാണ് ഒരു സ്റ്റുഡൻറ്റിന് തന്നെ 3 സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യം ഇത് വ്യാജമായിട്ടുണ്ടാക്കിയാകാം എന്ന സംശയത്തിൽ ഇവർ സഞ്ചരിച്ച കാറും ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ നിയമപ്രകാരം സീസ് ചെയ്ത് കേസ് നടപടിയിലേക്ക് സെക്ഷൻ ആൾട്ടർ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തു. ഐഡിയൽ കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനാണ് മുഹമ്മദ് അബ്ദുൽ മുബീൻ. ഇയാളാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിലെ മുഖ്യകണ്ണി. +2 തോറ്റ വിദ്യാർത്ഥികൾക്കാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയത്. അബ്ദുൽ മുബീൻ്റെ ഉടമസ്ഥയിലുള്ള വല്ലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന എലൈറ്റ് എന്ന പാരലൽ കോളേജിൽ ഇയാൾ സ്വന്തമായി നടത്തുന്ന പരീക്ഷയ്ക്ക് ശേഷമാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിരുന്നത്. അതേസമയം ഐഡിയൽ കോളേജിലെ 18 കുട്ടികളുടേത് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പുറത്താക്കിയതായി കോളേജ് അധികൃതർ അറിയിച്ചു. കോളേജ് അധികാരികൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊക്കൂൺ രാജ്യാന്തര സമ്മേളനത്തിനിടെ അവതാരകയോട് മോശമായി പെരുമാറിയ ഹൈടെക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ വിനയകുമാരൻ നായരെ സസ്പെൻഡ് ചെയ്തു. DGP നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. വിനയകുമാർ നായർക്കെതിരായ പരാതി പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും സർക്കാർ പറയുന്നു. ആഗസ്റ്റ് 19 കൊല്ലത്ത് നടന്ന കൊക്കൂൺ രാജ്യാന്തര സമ്മേളനത്തിനിടെ കൊല്ലം സ്വദേശിനിയായ അവതാരികയോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്നാണ് ഹൈടെക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറായ N വിനയകുമാരൻ നായരെ സർക്കാർ സസ്പെൻഡ് ചെയ്തത്. പരാതി ഉയർന്നതിനെ തുടർന്ന് ഹൈടെക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിൽ നിന്ന് ഇദ്ദേഹത്തെ നീക്കം ചെയ്തിരുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് കൊക്കൂൺ രാജ്യാന്തര സമ്മേളനം കൊല്ലത്ത് ചേർന്നത്. വിദേശ പ്രതിനിധികളടക്കം പങ്കെടുത്ത സമ്മേളനത്തിനിടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ സംഭവം പോലീസ് സേനയ്ക്കാകെ നാണക്കേടായിരുന്നു. കൊല്ലം അഞ്ചാലുമൂട് പോലീസ് വിനയകുമാരൻ നായർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരുന്നു.
DGP ലോക്നാഥ് ബെഹ്റ നടത്തിയ ആഭ്യന്തരാന്വേഷണത്തിൽ വകുപ്പുതല നടപടിക്കും നിയമ നടപടിക്കും വിനയകുമാരൻ നായർക്കെതിരെ ശുപാർശ ചെയ്തിരുന്നു. DGPയുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടും പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നതാണെന്ന് സർക്കാർ വിലയിരുത്തിയതിനെ തുടർന്നുമാണ് അടിയന്തരമായി വിനയകുമാരൻ നായരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഗൃഹനാഥനോട് ക്ഷമ ചോദിച്ച് കത്തെഴുതി വെച്ച് മോഷണം നടത്തി മോഷ്ടാവ് വ്യത്യസ്തനായി. അതിരമ്പുഴയിൽ ഒരു മാധ്യമപ്രവർത്തകന്റെ വീട്ടിലാണ് വേറിട്ട ശൈലിയിൽ മോഷണം അരങ്ങേറിയത്. ഈ മാസം 11-നാണ് മോഷണം നടന്നത്. പിന്നീട് കത്തിലെ വിരലടയാളം പരിശോധിച്ച് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. രാഷ്ട്രദീപിക എഡിറ്റർ ഇൻചാർജ് ജോസ് ആൻഡ്രൂസിന്റെ അതിരമ്പുഴയിലെ വീട്ടിൽ കഴിഞ്ഞ 11-ാം തീയതിയാണ് മോഷണം നടന്നത്. ഓണാവധിക്ക് വീടും പൂട്ടി കുടുംബസമേതം വിനോദയാത്ര പോയവർ തിരിച്ചു വന്നപ്പോഴാണ് സ്വീകരണമുറിയിൽ മോഷ്ടാവ് എഴുതിവെച്ച കുറിപ്പ് കണ്ടത്. ഞാനൊരു കള്ളനാണ്, ദയവായി ശപിക്കരുത്, നിവൃത്തികേടുകൊണ്ട് നിങ്ങളുടെ കുറച്ചു പൈസ എടുക്കുന്നു, ക്ഷമിക്കണം. ഇതായിരുന്നു കത്തിലെ വാചകങ്ങൾ. അങ്കലാപ്പിലായ വീട്ടുകാർ അലമാര തുറന്ന് പരിശോധിച്ചപ്പോൾ പണത്തിനു പുറമെ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടതായി ബോധ്യമായി. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൊടുപുഴ കോലാനി പാറക്കടവ് സ്വദേശി സുരേഷ് എന്ന TS സെൽവകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണം മുതൽ വിറ്റ് ആഡംബര ജീവിതം നയിക്കുന്ന ഇയാൾ സ്ഥിരമായ ഒരിടത്തും താമസിക്കാതെ രാപ്പകൽ ഭേദമില്ലാതെ ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി മോഷ്ടിക്കുകയാണ് ശൈലി. 9 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ഇയാൾ ജയിലിൽ നിന്നിറങ്ങിയാൽ മോഷണം തുടരുകയാണ് പതിവ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിലമ്പൂർ വനമേഖലയിൽ മാവോവാദികൾ വീണ്ടും സജീവമായെന്ന സംശയത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. കഴിഞ്ഞ ദിവസം മുണ്ടക്കടവിൽ പോലീസിന് നേരെ വെടിയുതിർത്തതിനെ തുടർന്ന് പരിശോധന നടത്തിയെങ്കിലും സംഘത്തെ കണ്ടെത്താനായിരുന്നില്ല. പോലീസ് തിരയുന്ന മാവോവാദി നേതാവ് സോമന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം നിലമ്പൂർ കരുളായി വനമേഖലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. ഉൾവനത്തിൽ കഴിഞ്ഞ ദിവസം രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നുവെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുമുണ്ട്. ഇതിനിടെയാണ് തിങ്കളാഴ്ച വൈകിട്ട് മുണ്ടക്കടവ് കോളനിയിൽ സംഘം ക്ലാസ് എടുക്കാനെത്തിയത്. പോലീസ് എത്തിയപ്പോഴേക്കും രക്ഷപ്പെട്ടു. തണ്ടർബോൾട്ടിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം അരിച്ചു പരിശോധിച്ചെങ്കിലും സംഘത്തെ കണ്ടെത്താനായില്ല. ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയുടെ നേതൃത്വത്തിൽ വീണ്ടും സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു. തണ്ടർബോൾട്ടിന്റെയും പോലീസിന്റെയും പ്രത്യേക സംഘങ്ങളെ ഉൾവനങ്ങളോട് ചേർന്നുള്ള കോളനികളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പോത്തുകല്ല്, കരുളായി, നിലമ്പൂർ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ കനത്ത സുരക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തിരുവനന്തപുരം ജില്ലയിൽ UDF ഹർത്താലിനിടെ വ്യാപക അക്രമം. കഴക്കൂട്ടത്ത് രോഗികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഹർത്താൽ അനുകൂലികൾ ബസ്സിൽ നിന്നിറക്കി വിട്ടു. ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെ പോലും അതിക്രമം നടന്നു. സ്ത്രീകളെയും കുട്ടികളെയും അസഭ്യം പറഞ്ഞു ഓടിച്ചു. പല സർക്കാർ സ്ഥാപനങ്ങളും തല്ലി തകർത്തു. സമീപകാലത്ത് തലസ്ഥാനം കണ്ട ഏറ്റവും വലിയ അക്രമമാണ് ഇന്ന് ഹർത്താലിനിടെ നടന്നത്. കാഴ്ചയിലേക്ക്. രാവിലെ സമരം ആരംഭിച്ചപ്പോൾ മുതൽ ഹർത്താൽ അനുകൂലികൾ വ്യാപക ആക്രമണമാണ് തിരുവനന്തപുരം ജില്ലയിൽ അഴിച്ചുവിട്ടത്. ഹർത്താൽ ആരംഭിച്ചപ്പോൾ തന്നെ കാട്ടാക്കട കിള്ളിയിൽ സമരാനുകൂലികൾ KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞു. ബാലരാമപുരം, നെടുമങ്ങാട്, മംഗലപുരം, നെയ്യാറ്റിൻകര, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. പല സ്ഥലത്തും കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് അക്രമങ്ങൾ നടന്നത്. പാറശാലയിൽ മുൻ MLA AT ജോർജിന്റെ നേതൃത്വത്തിൽ KSRTC ബസ്സുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. കഴക്കൂട്ടത്ത് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി വന്ന ബസ് കഴക്കൂട്ടത്ത് വെച്ച് സമരാനുകൂലികൾ തടഞ്ഞതിനെ തുടർന്ന് ജനം പ്രതിഷേധിച്ചു. ധനമന്ത്രി തോമസ് ഐസക്കിനെ ബേക്കറി ജംഗ്ഷനിൽ തടയാൻ ശ്രമമുണ്ടായി. പോങ്ങുമൂട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിനുള്ളിൽ അതിക്രമിച്ച് കയറിയ സമരാനുകൂലികൾ 4 കമ്പ്യൂട്ടറുകൾ തല്ലി തകർത്തു. കാട്ടാക്കട KSRTC ബസ് ഡിപ്പോയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. പാളയം ജംഗ്ഷനിൽ തമ്പടിച്ച കോൺഗ്രസ് പ്രവർത്തകർ പല വാഹനങ്ങളുടെയും കാറ്റഴിച്ചുവിട്ടു. ഇരുചക്ര വാഹനങ്ങളെ പോലും സമരാനുകൂലികൾ തടഞ്ഞു. തടഞ്ഞവയിൽ പാങ്ങോട് പട്ടാള ക്യാമ്പിലെ വാഹനവും ഉൾപ്പെടുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ ATM കേന്ദ്രങ്ങൾ അടപ്പിക്കാനും ശ്രമിച്ചു. സ്റ്റാച്യു ജംഗ്ഷനിലെ BSNL ഓഫീസിനുള്ളിൽ കടന്ന പ്രവർത്തകർ ഡിപ്പോ തല്ലി തകർത്തു. വർക്കല CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി പ്രസന്നന്റെ മാരുതി കാർ സമരാനുകൂലികൾ തല്ലി തകർത്തു. തടസ്സം പിടിക്കാനെത്തിയ വർക്കല MLAയുടെ PA സുനിൽ മർഹബയെ മർദ്ദിച്ചു. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി പ്രഭാവർമ്മ സഞ്ചരിച്ചിരുന്ന വാഹനം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. അദ്ദേഹത്തെ റോഡിലിറക്കി വിട്ടു. എന്നാൽ ഹർത്താലിനെ വകവെക്കാതെ നിരവധി സർക്കാർ ഓഫീസുകളാണ് തുറന്നു പ്രവർത്തിച്ചത്. സെക്രട്ടേറിയറ്റിലും പബ്ലിക് ഓഫീസിലും യൂണിവേഴ്സിറ്റിയിലും മിക്ക ജീവനക്കാരും ഹാജരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാതാപിതാക്കളെ ബന്ദികളാക്കിയ ശേഷം 12-കാരിയെ കൂട്ടമാനഭംഗത്തിനിരയാക്കി. ലക്നൌവിലാണ് സംഭവം. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയാണ് പീഡനത്തിനിരയാക്കിയത്. സംഘം വീടും കൊള്ളയടിച്ചു. 20-അംഗ സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തു. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിൽ ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. 20ഓളം പേരുള്ള സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി കൊള്ള നടത്തുകയും 12-കാരിയെ കടത്തിക്കൊണ്ടുപോവുകയുമായിരുന്നു.
രക്ഷിതാക്കളെ വീട്ടിൽ കെട്ടിയിട്ട ശേഷമാണ് സംഘം പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയത്. വീടിനകലെ വെച്ച് ഇതിൽ 5 സംഘം ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. സംഭവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടി ചികിത്സയിലാണ്. അക്രമത്തിൽ പെൺകുട്ടിയുടെ പിതാവിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അക്രമികൾക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയെന്നും പോലീസ് പറയുന്നു. 6-7 बदमाश हैं जो एक घर में घुसे हैं। यद्यपि छोटा सा घर है लेकिन कुछ ज़्यादा सामान तो इसमें नहीं गया है, लेकिन घर में उनकी एक 12 वर्षीय बच्ची थी जिसको बदमाश ले गए और करीब 500-600 मीटर दूर खेतों में फिर उन्होंने उस बच्ची के साथ गलत काम किया है। मैंने घटनास्थल का निरीक्षण किया और मेरी बच्ची से भी बात हुई है। उनका मेडिकल ट्रीटमेंट कराया जा रहा है, फिलहाल वो ठीक हैं। കഴിഞ്ഞ ജൂലൈയിലും സമാനമായ മറ്റൊരു സംഭവം നടന്നിരുന്നു. ബലന്ദ്ഷഹർ ഹൈവേയിൽ അക്രമികൾ കാർ തടഞ്ഞു നിർത്തി കുടുംബത്തെ കവർച്ച ചെയ്യുകയും പുരുഷന്മാരെ കെട്ടിയിട്ട് യുവതിയെയും പ്രായപൂർത്തിയാകാത്ത മകളെയും കൂട്ടബലാത്സംഗത്തിനിരയാക്കിയിരുന്നു. സമാനമായ സംഭവമാണ് ലക്നൌവിലും അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക്. ഒഡീഷയിലെ ദാനാമാജി സംഭവത്തിന് സമാനമായി ബീഹാറിൽ നിന്നും ഒരു കാഴ്ച. ആശുപത്രി അധികൃതർ ആംബുലൻസ് നൽകാത്തതിനെ തുടർന്ന് യുവാവിന്റെ മൃതദേഹം ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത് പ്ലാസ്റ്റിക് ചാക്കിൽ പൊതിഞ്ഞ്. 14 ദിവസം പഴക്കമുള്ള മൃതദേഹമാണ് ബന്ധുക്കൾ ചാക്കിൽ കെട്ടി പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചത്. കാഴ്ചയിലേക്ക്. ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്നാണ് യുവാവിന്റെ 14 ദിവസം പഴക്കമുള്ള മൃതദേഹം ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടത്തിനായി പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയത്. ബീഹാറിലെ കട്ടിഹാറിൽ തിങ്കളാഴ്ചയാണ് സംഭവം. 21-കാരനായ ചിന്തുഷ എന്ന യുവാവിന്റെ മൃതദേഹമാണ് മറ്റു വഴികളൊന്നുമില്ലാത്തതിനാൽ ബന്ധുക്കൾ പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിച്ചുമന്നത്. 3 പേർ യുവാവിന്റെ മൃതദേഹം വഴിയിലൂടെ കൊണ്ടുപോകുന്ന ചിത്രം പുറത്തു വന്നതിനെ തുടർന്ന് പിന്നീട് ഇവർക്ക് ആംബുലൻസ് ലഭ്യമായി. 2 കിലോമീറ്ററോളം നടന്നതിന് ശേഷമായിരുന്നു ആംബുലൻസ് ലഭ്യമായത്. 2 ആഴ്ച മുമ്പ് ഗംഗയിൽ മുങ്ങി മരിച്ച ചിന്തുവിന്റെ മൃതദേഹം ഞായറാഴ്ചയാണ് കണ്ടെടുത്തത്. മൃതദേഹം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കട്ടിഹാർ ആശുപത്രിയിൽ എത്തിച്ചതായി പോലീസ് പറയുന്നു. ആദ്യം പോസ്റ്റ്മോർട്ടം ആശുപത്രിയിൽ തന്നെ നടത്തുമെന്നാണ് അറിയിച്ചിരുന്നതെന്നും എന്നാൽ 1 ദിവസത്തിനു ശേഷം ആശുപത്രി അധികൃതർ മൃതദേഹം ഭഗൽപൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ചിന്തുഷായുടെ ബന്ധുക്കൾ പറയുന്നു. മൃതദേഹം മിക്കവാറും അഴുകിയ നിലയിലായതിനാലാണ് പോസ്റ്റ്മോർട്ടത്തിനായി ഭഗൽപൂർ ജവഹർലാൽ നെഹ്റു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് നൽകാൻ കട്ടിഹാർ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. ഞായറാഴ്ച പോലീസ് മൃതദേഹം എത്തിച്ചത് രാത്രി വൈകിയാണെന്നും അതിനാലാണ് അന്ന് പോസ്റ്റ്മോർട്ടം നടത്താനാകാതെ പോയതെന്നും കട്ടിഹാർ സിവിൽ സർജൻ ശ്യാംചന്ദ്ര ഝാ പറയുന്നു. മൃതദേഹം കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഒരുക്കേണ്ടത് പോലീസാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. ന്യൂസ് ഡെസ്ക്. ഉറി ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ ഇന്ത്യ കൈമാറി. മുസാഫർബാദിൽ നിന്നുള്ള ഹാഫിസ് അഹമ്മദ് എന്ന ഭീകരനാണ് അക്രമികളിൽ ഒരാളെന്ന് തിരിച്ചറിഞ്ഞതായി ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. ഭീകരർക്ക് സഹായം നൽകിയ 2 പാകിസ്ഥാൻ സ്വദേശികൾ ഇന്ത്യയുടെ പിടിയിലാണെന്നും ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. പാക് ഹൈക്കമ്മീഷണർ അബ്ദുൾ ബാസിദിനെ വിളിച്ചുവരുത്തിയാണ് ഉറി ഭീകരാക്രമണത്തിലെ പാകിസ്ഥാൻ പങ്കിന്റെ കൂടുതൽ തെളിവുകൾ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ കൈമാറിയത്. 4-അംഗ ഭീകര സംഘത്തിലെ ഒരാൾ മുസാഫർബാദ് സ്വദേശി ഹാഫിസ് അഹമ്മദ് ആണെന്ന് തിരിച്ചറിഞ്ഞതായും ഇന്ത്യ അറിയിച്ചു. സൈനിക കേന്ദ്രത്തിൽ ആക്രമണത്തിനെത്തിയ ഭീകരർക്ക് അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറുന്നതിനും മറ്റും സഹായം നൽകിയ പാക് അധിനിവേശ കാശ്മീരിലെ 2 പേരുടെ വിവരങ്ങളും ഇന്ത്യ പാകിസ്ഥാന് കൈമാറി. ജുഹാംഗീർ സ്വദേശിയും 20 വയസ്സുകാരനുമായ ഫൈസൽ ഹുസൈൻ, മറ്റൊരു മുസാഫർബാദ് സ്വദേശിയും 19 വയസ്സുകാരനുമായ യാസിൻ ഖുർഷീദ് എന്നിവരാണ് സഹായികൾ. ഉറിയിൽ ഭീകരാക്രമണം നടത്തി സൈന്യം വധിച്ച 4 ഭീകരരുടെയും DNA വിരലടയാള സാമ്പിളുകളും ഇന്ത്യ പാകിസ്ഥാന് നൽകി. ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പാക് മണ്ണ് ഉപയോഗിക്കരുതെന്ന് വീണ്ടും ഇന്ത്യ പാകിസ്ഥാനെ ബോധിപ്പിച്ചു. പാകിസ്ഥാനുമായുള്ള വാണിജ്യ സഹകരണ കരാറുകൾ റദ്ദാക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി വിളിച്ച ഉന്നതതല യോഗം മറ്റന്നാൾ ദില്ലിയിൽ നടക്കും. അതേസമയം സിന്ധു നദീജല കരാർ ലംഘിക്കാൻ ഇന്ത്യക്കാകില്ലെന്നും അങ്ങനെയെങ്കിൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ മടിക്കില്ലെന്നും പാകിസ്ഥാനും തുറന്നടിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി. യുദ്ധം തുടങ്ങിയാൽ ഇന്ത്യയെ അപ്പാടെ നശിപ്പിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖൗജ ആസിഫ് പറഞ്ഞു. ഉറി ആക്രമണത്തിൽ ഇന്ത്യ നൽകിയ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പ്രതിരോധ മന്ത്രി തള്ളിക്കളഞ്ഞു. ഇന്ത്യ ബന്ധം വഷളാകുമ്പോൾ പ്രകോപനപരമായ പ്രസ്താവനകളുമായി പാക് മന്ത്രിമാർ രംഗത്തെത്തുന്നത് പതിവാണ്. പക്ഷേ ഇത്തവണ പാക് പ്രതിരോധ മന്ത്രി എല്ലാ അതിരുകളും ലംഘിച്ച് നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര രംഗത്തും ഏറെ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. പാക് ചാനലായ ദാവൺ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ആണവായുധം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖൗജ ആസിഫ് ഭീഷണി മുഴക്കി. ചില്ലുകൂട്ടിൽ സൂക്ഷിക്കാനല്ല പാകിസ്ഥാൻ ആണവായുധങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ആവശ്യം വന്നാൽ അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കും. ഇന്ത്യയുടെ അടുത്ത തലമുറകളെ പോലും നശിപ്പിക്കാനുള്ള ആണവായുധങ്ങൾ പാകിസ്ഥാന്റെ പക്കലുണ്ടെന്നും സൈന്യത്തിന്റെ ചുമതലയുള്ള മന്ത്രി പറഞ്ഞു.
ഉറി സൈനിക ക്യാമ്പിന് നേരെയുള്ള ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ പാക് ഹൈക്കമ്മീഷണറിന് കൈമാറിയിരുന്നു. ഈ തെളിവുകളെല്ലാം പ്രതിരോധ മന്ത്രി തള്ളിക്കളഞ്ഞു. ഉറി ആക്രമണം ഇന്ത്യ തന്നെ സൃഷ്ടിച്ചതാണെന്ന വിചിത്രവാദവും മന്ത്രി ഉയർത്തുന്നുണ്ട്. പാകിസ്ഥാന്റെ പക്കലുള്ള ആണവായുധങ്ങൾ അബക്കുമായി ഉപയോഗിച്ചേക്കാമെന്ന് നേരത്തെ ലോകരാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ഉറപ്പിക്കുന്നതാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. കെ ബാബു മന്ത്രിയായിരിക്കെ ചട്ടവിരുദ്ധമായി ബാർ ലൈസൻസ് അനുവദിച്ചെന്ന കേസിൽ പരാതിക്കാരനായ VM രാധാകൃഷ്ണനിൽ നിന്ന് വിജിലൻസ് വീണ്ടും മൊഴിയെടുത്തു. കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിലേക്ക് വിളിപ്പിച്ചാണ് മൊഴിയെടുത്തത്. കൂടുതൽ തെളിവുകൾ കൈമാറിയതായി VM രാധാകൃഷ്ണൻ പറഞ്ഞു. കെ ബാബു മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത മുഴുവൻ നടപടികളും പരിശോധിക്കണമെന്നായിരുന്നു കേരള ബാർ ഹോട്ടൽ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ പ്രസിഡന്റ് VM രാധാകൃഷ്ണന്റെ പരാതി. ബാർ ലൈസൻസുകൾ അനുവദിക്കുന്നതിലും ചട്ടങ്ങൾ ഭേദഗതി ചെയ്തതിലും മദ്യനയം രൂപീകരിച്ചതിലും അഴിമതിയുള്ളതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ ഇടനിലക്കാരായി പല ഇടപാടുകളും നടത്തിയിട്ടുണ്ടെന്നും ഇതിനായി പണം പിരിച്ചിട്ടുണ്ടെന്നും പരാതിയിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനായ VM രാധാകൃഷ്ണനിൽ നിന്ന് നേരത്തെ വിജിലൻസ് മൊഴിയെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് രാധാകൃഷ്ണനെ വീണ്ടും വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. കൂടുതൽ തെളിവുകൾ കൈമാറിയതായി VM രാധാകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹം 5 വർഷക്കാലമായിട്ട് ക്രമവിരുദ്ധമായിട്ടാണ് ലൈസൻസുകൾ അനുവദിച്ച എല്ലാ അപാകതകളും ചട്ടവിരുദ്ധമായിട്ടാണെന്നെല്ലാം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പരാതി കൊടുത്തത്. അതിനോടനുബന്ധിച്ച് അന്ന് മൊഴി കൊടുത്തിരുന്നു. വീണ്ടും അതിൻ്റെ ഒരു മൊഴി ആവശ്യപ്പെട്ടു. അപ്പോൾ ആ മൊഴിയാണ് ഇന്ന് നമ്മൾ കൊടുത്ത് ബാക്കി കുറച്ച് രേഖകളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം സമർപ്പിച്ചു. ബാർ അഴിമതി കേസിൽ കെ ബാബുവിനെതിരായ രണ്ടാമത്തെ വിജിലൻസ് അന്വേഷണമാണിത്. ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശിന്റെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർ കോഴ കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള KM മാണിയുടെ ഹർജിയിന്മേൽ വിജിലൻസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. 2 സാക്ഷികൾ പുതിയ തെളിവുകളുമായി എത്തിയെന്നും ഈ സാഹചര്യത്തിൽ തുടരന്വേഷണം ആവശ്യമാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. മാത്രമല്ല, കൂടുതൽ രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തതായും സർക്കാർ കോടതിയെ അറിയിച്ചു. ബാർ കോഴ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KM മാണി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച് വിജിലൻസ് നിലപാടറിയിച്ചത്. ബാർ കോഴ കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്ന് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2 സാക്ഷികൾ പുതിയ തെളിവുകളുമായി എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, തുടരന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തതായും സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ ഇതേ കേസ് 2 തവണ അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കണ്ട് തന്നെ കുറ്റവിമുക്തനാക്കിയതാണ് എന്നാണ് മാണിയുടെ വാദം. 2 തവണയും SP സുകേശൻ തന്നെയാണ് അന്വേഷിച്ചത്. ഇപ്പോൾ ഈ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമാണ് എന്നായിരുന്നു മാണിയുടെ മറ്റൊരു വാദം. സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മാണിയുടെ ഈ വാദങ്ങളെ എതിർക്കുന്നു. അന്വേഷണത്തിൽ പ്രഥമദൃഷ്ട്യാ കുറ്റം തെളിഞ്ഞതാണ്. മാത്രവുമല്ല, അന്തിമ റിപ്പോർട്ട് സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ തുടരന്വേഷണമാകാമെന്നും സർക്കാർ കോടതി അറിയിച്ചു. കൂടുതൽ വാദത്തിനായി കേസ് ഒക്ടോബർ 6 മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എല്ലാത്തിനും മുകളിലാണെന്ന ചിന്തയിലാണ് BCCI പ്രവർത്തിക്കുന്നതെന്ന് സുപ്രീം കോടതി. നിയമം അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കേണ്ടി വരുമെന്നും സുപ്രീം കോടതി BCCIക്ക് മുന്നറിയിപ്പ് നൽകി. ക്രിക്കറ്റ് ഭരണപരിഷ്കാരത്തിനായി ലോധ കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കാത്ത BCCIയുടെ നടപടിയാണ് സുപ്രീം കോടതിയുടെ വിമർശനത്തിനിടയാക്കിയത്. റിപ്പോർട്ടിലേക്ക്. ക്രിക്കറ്റ് ഭരണ നവീകരണത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലോധ കമ്മീഷൻ നൽകിയ തൽസ്ഥിതി റിപ്പോർട്ട് പരിഗണിച്ചാണ് സുപ്രീം കോടതി BCCIക്കെതിരെ തിരിഞ്ഞത്. എല്ലാത്തിനു മുകളിൽ സ്വയം ദൈവമാണെന്ന ചിന്തയിലാണ് BCCIയുടെ പ്രവർത്തനം. നിയമം അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കേണ്ടി വരും. വിധിന്യായം ലംഘിക്കാൻ BCCIയെ അനുവദിക്കില്ല. കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ അങ്ങേയറ്റം നിഷേധാത്മക നിലപാടാണ് BCCI സ്വീകരിക്കുന്നത്. ഇക്കാര്യം കോടതിക്കറിയാം. ആവശ്യമെങ്കിൽ ഉചിതമായ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് BCCIക്ക് മുന്നറിയിപ്പ് നൽകി. ലോധ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് അടുത്ത മാസം 6-ാം തീയതിക്കകം മറുപടി നൽകാനും BCCIയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഭരണപരിഷ്കാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് താൽപ്പര്യമില്ലെന്ന് ജസ്റ്റിസ് RM ലോധ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ജനറൽ സെക്രട്ടറി അനുരാഗ് ഠാക്കൂർ അടക്കം തലപ്പത്തുള്ളവരെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം കൊണ്ടുവരണം. ഇതിന് കീഴിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും ലോധ കമ്മീഷൻ ആവശ്യപ്പെട്ടു. അടുത്ത മാസം വിശദമായ വാദം കേൾക്കും. പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കരുത്, സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രത്യേക ചട്ടം പാലിക്കണം തുടങ്ങി ലോധ കമ്മീഷൻ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞാണ് ഇക്കഴിഞ്ഞ 21-ാം തീയതി BCCI തെരഞ്ഞെടുപ്പ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ ടിക്കറ്റിന് തീ പിടിച്ചു പോയതായി വാർത്ത. കായംകുളം കൊയ്പ്പള്ളി ശരണ്യ നിവാസിൽ വിശാലാണ് ഈ ഹതഭാഗ്യൻ. കഴിഞ്ഞ 19-ന് തൃശ്ശൂരിൽ നിന്നും വിശാൽ എടുത്ത ബമ്പർ ടിക്കറ്റ് ചപ്പുചവറുകൾക്കൊപ്പം വീട്ടുകാർ തീയിട്ട് നശിപ്പിച്ചു. നറുക്കെടുപ്പ് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടും 8 കോടിക്ക് അവകാശികൾ കൂടി എത്താതായതോടെ ടിക്കറ്റ് നഷ്ടപ്പെട്ട വിശാലും വിഷമത്തിലാണ്. റിപ്പോർട്ടോടെ ഇന്ന് ഇവിടെ പറയുന്നു. നമസ്കാരം. ഓണം ബമ്പർ തുകയായ 8 കോടി രൂപ അടിക്കുമെന്ന പ്രതീക്ഷയിൽ വാങ്ങിയ ടിക്കറ്റ് മകൻ കളിപ്പാട്ടമാക്കാതിരിക്കാനാണ് തൻ്റെ മൊബൈൽ ഫോണിൻ്റെ കവറിനുള്ളിൽ അത് സൂക്ഷിച്ചു വെച്ചത്. എന്നാൽ ഓണത്തോടനുബന്ധിച്ച് വീടാകെ വൃത്തിയാക്കിയപ്പോൾ പഴയ ഫോൺ കവറും തീയിട്ട് നശിപ്പിച്ചു. വിശാൽ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് വീട്ടുകാർക്ക് ഈ അബദ്ധം പറ്റിയത്. ഈ തൃശ്ശൂരിൽ നിന്ന് ജോൺസന്റെ ഏജൻസിയുടെ ലോട്ടറിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ ലോട്ടറി എൻ്റെ കയ്യിൽ നഷ്ടമായിട്ട് ഇപ്പം എവിടെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഓണത്തിന്റെ ആ വൃത്തിയാക്കലിൽ കത്തിച്ച് കളയാനുള്ള ചാൻസും ഉണ്ട്. കാരണം ഞാൻ ഒരു മൊബൈലിന്റെ ബോക്സിന് ഇട്ട് വെച്ചിരുന്നത് വീട്ടിൽ. കഴിഞ്ഞ ഓഗസ്റ്റ് 19-ന് തൃശ്ശൂരിലുള്ള സുഹൃത്തിന്റെ വിവാഹത്തിന് പോയ വഴിക്കാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ തൃശ്ശൂരിൽ നിന്നും വിശാൽ വാങ്ങിയത്. തൃശ്ശൂർ കുതിരാനിൽ നിന്നും സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റയാളിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. 8 കോടിയുടെ ഫലം പുറത്തു വന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും അവകാശികൾ വരാതിരിക്കുന്നതും വിശാലിന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.